പാകിസ്ഥാന് തിരിച്ചടി നൽകാനായി നാവിക വ്യോമസേനയ്ക്ക് പിന്നാലെ കരസേനയും സജ്ജം. രാജസ്ഥാൻ മരുഭൂമിയിൽ യുദ്ധ ടാങ്കുകളുടെ പരിശീലനം നടത്തുന്നു. ബാറ്റിലാക്സ് ഡിവിഷനാണ് പരിശീലനം നടത്തുന്നത്. സായുധ വ്യോമ നടപടികൾക്കുള്ള പരിശീലനത്തിന്റെ ഭാഗമായി പാന്തീസ് ഡിവിഷനും വ്യോമസേനയും ചേർന്ന സൈനിക അഭ്യാസവും നടത്തി. ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളെ വേട്ടയാടി തകർക്കുന്നതിൽ ഇന്ത്യയ്ക്കൊപ്പമെന്ന് US ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ് പ്രതികരിച്ചു. വിവരങ്ങൾ നൽകാനായി പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി, ശക്തമായ തിരിച്ചടി നൽകണമെന്ന് രാജ്യമെമ്പാടുമുള്ള പൊതുവികാരമാണ്. ലോകരാജ്യങ്ങളുടെ പിന്തുണ കൂടി അതിന് ഇന്ത്യക്കുണ്ട്. ഇപ്പോഴെന്തായാലും ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. കരസേനയും അഭ്യാസം ആരംഭിച്ചു കഴിഞ്ഞു. ഏത് രീതിയിലാണ് കരസേനയുടെ നീക്കങ്ങൾ? വ്യോമസേനയുടെയും അതോടൊപ്പം തന്നെ നാവികസേനയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സൈനിക അഭ്യാസങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കരസേനയും ഇക്കാര്യത്തിൽ സജീവമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ന് രാജസ്ഥാനിലെ മരുഭൂമിയിൽ മെക്കനൈസ്ഡ് ഫോഴ്സസ്, അതായത് യുദ്ധ ടാങ്കുകളുടെ വലിയൊരു പരിശീലനം തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ പരിശീലനം നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രത്യേക സായുധ ബാറ്റിൽ ടാങ്കുകളുടെ പരിശീലനമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പാന്തേഴ്സ് ഫോഴ്സും വ്യോമസേനയും ചേർന്നുകൊണ്ടുള്ള സൈനിക അഭ്യാസ നടപടികളും ഇപ്പോൾ തുടരുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരുക്കം തന്നെയാണ് കരസേനയും സജ്ജമാക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ഹെലിബോൺ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള സായുധ നടപടികൾക്ക് വേണ്ടിയിട്ടാണുള്ള പരിശീലനങ്ങളാണ് ഇപ്പോൾ അവിടെയൊക്കെ തുടരുന്നത്. രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കരസേനയും സജീവമായി തന്നെ സൈനിക അഭ്യാസ നടപടികൾ നടത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നാവിക സേനയുടെ INS സൂറത്തിൽ നിന്നും ഒരു മീഡിയം റേഞ്ച് മിസൈൽ പരീക്ഷിച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ വ്യോമസേന സെൻട്രൽ സെക്ടറിൽ, അതായത് മധ്യ മേഖലയിൽ വലിയ തോതിലുള്ള സൈനിക അഭ്യാസം നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ ആക്രമൺ എന്ന പേരിലാണ് വ്യോമസേന അത് നടത്തുന്നത്. റഫാല്, അതോടൊപ്പം തന്നെ സുഖോയ് 30 വ്യോമ യുദ്ധ വിമാനങ്ങൾ പങ്കെടുക്കുന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസമാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി അവിടെയും നടക്കുന്നത്. ഇപ്പോൾ കരസേനയും ഇതുമായി ബന്ധപ്പെട്ട് സജീവമായി രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ത്യ വലിയ തോതിൽ തയ്യാറെടുക്കുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാനെന്നുള്ള സൂചനയാണ് നമ്മൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ടാങ്കുകൾ ഉപയോഗിച്ചും ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുമുള്ള സായുധ നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുമോ എന്നാണ് കണ്ട് അറിയേണ്ടത്.